വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹവന്ദനം. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന അനുസരണം എന്ന് പറയുന്ന വിഷയം നിങ്ങൾ ഓർക്കുന്നു എന്ന് കരുതുകയാണ്. ആ വിഷയം തുടരുവാനായി താല്പര്യപ്പെടുന്നു. നമ്മൾ ശിമോൻ പത്രോസിൻ്റെ ജീവിതത്തിൽ നിന്നും വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 5-ാം അധ്യായത്തിൽ ശിമോൻ്റെ വിളിയുടെ ആദ്യ നിമിഷങ്ങളിൽ സംഭവിച്ച ചില സംഭവങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ട് ഒരു 3 levels ഓഫ് ഒബീഡിയൻസ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നു എന്ന് പഠിക്കുകയായിരുന്നു. ആദ്യത്തെ ലെവൽ യേശുവിനെ പടകിലേക്ക് സ്വീകരിച്ച് പ്രത്യേകിച്ച് യാതൊരു ചിലവുമില്ലാതെ മുമ്പോട്ട് പോകുന്ന ഒരനുസരണമാണ്. എന്നാൽ രണ്ടാമത്തെ ലെവൽ കുറച്ചുകൂടി ആഴമായ, കുറച്ചുകൂടി ഉന്നതമായ ഒരനുസരണമാണെന്ന് നമ്മൾ പഠിച്ചു. ആ ലെവലിൽ നമുക്കൊരു റോൾ പ്ലേ ചെയ്യുവാനായിട്ടുണ്ട്. വ്യക്തിപരമായി നമ്മളൊരു തീരുമാനം എടുത്ത് മുമ്പോട്ട് പോകുന്ന ഒരു ലെവൽ ഓഫ് ഒബീഡിയൻസ് ആണ് അത് എന്ന് നമ്മൾ പഠിക്കുകയുണ്ടായി. നമ്മെ ദേശത്തിൻ്റെ നടുവിൽ, നമ്മുടെ ചുറ്റുപാടുകളിൽ, ചാർച്ചക്കാരുടെ ഇടയിൽ, പള്ളിയിൽ, വീട്ടിൽ ഒക്കെ അന്വേഷിച്ച് വന്ന് കണ്ടെത്തിയ ഈ യേശു നമ്മളിൽ നിന്ന് കുറച്ചുകൂടെ ഒരു ഹയർ ലെവൽ ഓഫ് ഒബീഡിയൻസ് പ്രതീക്ഷിക്കുന്നു. ഒരുപക്ഷെ എല്ലാവർക്കും ഈ ഒരു ലെവൽ ഓഫ് ഒബീഡിയൻസിലേക്ക് വരുവാൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇത് എല്ലാ വിധത്തിലും ക്രിസ്തീയ ജീവിതം അവനോടുകൂടെ ആരംഭിച്ച എല്ലാ വ്യക്തികളുടെയും ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരവസ്ഥയിൽ യാത്ര തുടങ്ങിയിട്ട് ചില വർഷങ്ങൾക്ക് ശേഷമാണെങ്കിൽ പോലും നമ്മൾ അവിടെ എത്തണമെന്ന് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ഈ ലെവൽ ഓഫ് ഒബീഡിയൻസ് എന്താണ്? ഞാനതിന് ടൈറ്റിലായിട്ട് കൊടുത്തത് ചോയ്സ് ഒബീഡിയൻസ് എന്നാണ്. ഒരു കേർട്ടസി ലെവലിലുള്ള ഒബീഡിയൻസ് അല്ല, ഒരു പേഴ്സണൽ ഡിസിഷനിൽ നിന്നുള്ള ഡേ ടു ഡേ ഒബീഡിയൻസും അല്ല. അതിൻ്റെയൊക്കെ അപ്പുറത്ത് ഒരു ചോയ്സ് ഒബീഡിയൻസ്, അഥവാ ഒബീഡിയൻസ് ടു അവർ കോൾ. നമ്മുടെ വിളിയുടെ, നമ്മളെ തിരഞ്ഞെടുത്തതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് നമ്മൾ എത്തുന്ന ഒരു ലെവൽ ഓഫ് ഒബീഡിയൻസ്. അതാണ് ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 5-ാം അധ്യായത്തിൽ 7-ാമത്തെ വാക്യം നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: ശിമോൻ പത്രോസ് അത് കണ്ടിട്ട് യേശുവിൻ്റെ കാൽക്കൽ വീണു. 7-ാം വാക്യത്തിൽ നമ്മൾ പടക് മുങ്ങുമാറാകുവോളം നിറച്ചു എന്ന് വായിച്ചിട്ട് 8-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുകയാണ്: ശിമോൻ പത്രോസ് അത് കണ്ടിട്ട് യേശുവിൻ്റെ കാൽക്കൽ വീണു. കർത്താവേ, ഞാൻ പാപിയായ മനുഷ്യനാകൊണ്ട് എന്നെ വിട്ടുപോകണമേ എന്ന് അവൻ അപേക്ഷിക്കുകയാണ്. നമ്മൾ പലപ്പോഴും ചിന്തിക്കും, നമ്മൾ രക്ഷിക്കപ്പെടുന്ന സമയത്ത്, ദൈവകൃപയിലേക്ക് വരുന്ന സമയത്ത്, ആ ഒരു സാഹചര്യത്തിലാണ് നമുക്ക് പാപബോധം ഉണ്ടാകുന്നതെന്ന്. എന്നാൽ ആ സമയത്തല്ല. ആ സമയത്ത് നമുക്ക് പാപബോധം ഉണ്ടാകാം. പക്ഷേ നമ്മുടെ ജീവിതയാത്രയിൽ അങ്ങോളം യേശുവിൻ്റെ ശബ്ദം കേൾക്കുന്ന സമയത്ത്, യേശുവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്ന സമയത്ത് പലയിടങ്ങളിലും നമ്മൾ ഇതുപോലെ യേശുവിൻ്റെ കാൽക്കിലേക്ക് വീഴുന്ന ഒരനുഭവം ഉണ്ടാകണം. ഒരുപക്ഷെ ആദ്യമായി യേശുവിനെ കണ്ടുമുട്ടുന്ന ആ സമയത്ത് നമുക്ക് കഴിഞ്ഞകാല ജീവിതത്തിൽ നമുക്ക് വന്നുപോയ കുറവുകൾ, വീഴ്ചകൾ, ഞാനൊരു പാപിയാണെന്നുള്ള ഒരു ബോധ്യം ഒക്കെ വന്നു എന്ന് വരാം. പക്ഷേ നമ്മൾ യേശുവിനോട് കൂടുതൽ കൂടുതൽ അടുക്കും തോറും, നമ്മൾ ഈ ദൈവവചനം പഠിച്ച് ആഴത്തിലേക്ക് ചെല്ലും തോറും വീണ്ടും വീണ്ടും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു കാര്യം, ഞാനൊരു പാപിയാണെന്ന് മാത്രമല്ല,
എനിക്ക് യാതൊരു യോഗ്യതയുമില്ല കർത്താവേ. ഇത്രമാത്രം എന്നെ സ്നേഹിക്കുവാൻ, ഇത്രമാത്രം എന്നെ കരുതുവാൻ, ഇത്രത്തോളം വ്യക്തമായി എന്നോട് സംസാരിക്കുവാൻ എനിക്ക് യോഗ്യതയില്ല എന്ന് നമ്മൾ സമ്മതിക്കുന്ന പല അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെ ഓരോ പ്രാവശ്യവും നമ്മുടെ അയോഗ്യതയെ, നമ്മുടെ ഒന്നുമില്ലായ്മയെ കണ്ട് അവൻ്റെ മുമ്പിൽ കവിണ്ണു വീഴുന്ന ഓരോ സന്ദർഭങ്ങളിലും നമ്മുടെ ഓരോ മൈൽ സ്റ്റോൺസ് ആണെന്ന് മറന്നു പോകരുത്. അവിടെയൊക്കെ നമ്മൾ ഒരു തലത്തിൽ നിന്ന് വേറൊരു തലത്തിലേക്ക് നമ്മൾ ഉയരുകയാണ്. ഇവിടെ പത്രോസ് ആ സെക്കൻഡ് ലെവൽ ഓഫ് ഒബീഡിയൻസിൽ ആശ്വസിച്ച് സന്തോഷിച്ച് ഇത് മതിയെന്ന് വിചാരിച്ച് മടങ്ങി വരുമ്പോൾ യേശുവിനെ കണ്ട മാത്രയിൽ അവൻ കവിണ്ണു വീഴുകയാണ്. മതി കർത്താവേ, ഞാനൊരു പാപിയായ മനുഷ്യനാണ്, നീ എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യത്തക്കവണ്ണം എനിക്ക് യാതൊരു യോഗ്യതയുമില്ല. ഈ പട്ടണത്തിൽ വന്നെന്നെ അന്വേഷിച്ച്, പള്ളികളിൽ വന്നെന്നെ അന്വേഷിച്ച്, എൻ്റെ സിനഗോഗിൽ വന്നെന്നെ അന്വേഷിച്ച്, അവിടെയും കാണാഞ്ഞിട്ട് എൻ്റെ വീട് വരെ വന്നെന്നെ അന്വേഷിച്ചിട്ട് ഈ ദേശമെല്ലാം ചുറ്റി നടന്ന് ഞാനായിരുന്ന ഈ വെള്ളത്തിനകത്ത്, ഈ ചെളിക്കകത്ത്, ഈ ദുർഗന്ധം വമിക്കുന്ന എൻ്റെ പടകിനകത്ത് എൻ്റെ പരാജയത്തിൻ്റെ വലയുമായി നിരാശയോടെ ഞാൻ ഇരിക്കുമ്പോൾ നീ എന്നെ ഇങ്ങനെ തേടി വന്ന് എന്നെ കൊണ്ട് ആഴത്തിലേക്ക് വലയിറക്കി ഇന്ന് വരെ എൻ്റെ ജീവിതത്തിലോ ഇവിടെ എന്നെ കണ്ടു നിൽക്കുന്നവരുടെ ജീവിതത്തിലോ ഈ ഗലീല കടലിൽ ഹല്ലേലൂയ, ഈ ഗന്നസരെ തടാകത്തിൽ ഹല്ലേലൂയ ഇന്ന് വരെ ആർക്കും ലഭിച്ചിട്ടില്ലാത്ത വിധത്തിലുള്ള ഹല്ലേലൂയ ഒരു മത്സ്യബന്ധനം ഹല്ലേലൂയ നീ എൻ്റെ ജീവിതത്തിൽ തരത്തക്കവണ്ണം എൻ്റെ പടകവും എൻ്റെ കൂടെ വന്നവരുടെ പടകവും എല്ലാം നിറയുമാറാകുവോളം, അത് മുങ്ങുമാറാകുവോളം എന്നെ ഇങ്ങനെ അനുഗ്രഹിക്കത്തക്കവണ്ണം എനിക്ക് യോഗ്യതയൊന്നും ഇല്ല കർത്താവേ. അവിടെ നിൽക്കുമ്പോൾ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ സ്വർഗം നന്മകൾ തരുമ്പോൾ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത അനുഗ്രഹങ്ങൾ അനുഭവിക്കുമ്പോൾ ഹല്ലേലൂയ അതിൽ നിഗളിച്ചു പോകരുതേ പ്രിയപ്പെട്ടവരെ. പത്രോസിനെ പോലെ ഹല്ലേലൂയ അങ്ങനെ ഒരു അനുഭവം വരുമ്പോൾ അവൻ്റെ സന്നിധിയിൽ നമുക്ക് കവിണ്ണു വീഴാം. അവനോട് പറയാം, കർത്താവേ യോഗ്യതയില്ലാത്തതാ, ഹല്ലേലൂയ യാതൊരു യോഗ്യതയും ഇല്ലാത്തതാ, ഞാനിത് ചോദിച്ചതല്ല, ഞാനിത് നനച്ചതല്ല, ഞാനിത് പ്രാർത്ഥിച്ചതല്ല, ഞാൻ പ്രതീക്ഷിച്ചതല്ല, അതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് ഹല്ലേലൂയ നീ എന്നെ കൊണ്ടുവന്നതിനായി നന്ദി. ഒരിക്കൽ ദാവീദ് രാജാവ് ദൈവത്തിന്റെ സന്നിധിയിൽ കവിണ്ണു വീണ് ഇങ്ങനെ പറഞ്ഞു, എന്നെ ഇത്രത്തോളം കൊണ്ടുവരുവാൻ ഞാനും എൻ്റെ ഗ്രഹവും എന്തുള്ളൂ. അതുമാത്രമല്ല, എൻ്റെ ഭാവിയെ കുറിച്ച്, എൻ്റെ തലമുറയെ കുറിച്ച് ഇങ്ങനെയൊക്കെ നീ കരുതുവാൻ ഞാൻ എന്തുള്ളൂ കർത്താവേ. ദാവീദ് ചിന്തിക്കുമ്പോൾ ദാവീദിന് പറയുവാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. ദാവീദിന് മനസ്സിലാകും, പാറപ്പുറത്തിരുന്ന ഞാൻ ഇപ്പോൾ സിംഹാസനത്തിലാണ് ഇരിക്കുന്നത്, കാട്ടുകമ്പ് പിടിച്ചുകൊണ്ടിരുന്ന ഞാൻ ഇപ്പോൾ ചെങ്കോലാണ് പിടിക്കുന്നത്, കാട്ടിലെ കായ്കനികൾ ഭക്ഷിച്ചുകൊണ്ടിരുന്ന ഞാൻ രാജകീയ ഭോജനമാണ് ഭക്ഷിക്കുന്നത്, കാട്ടിലെ നീരുറവയിൽ നിന്ന് ഹല്ലേലൂയ കുടിച്ചുകൊണ്ടിരുന്ന ഞാൻ ഹല്ലേലൂയ രാജകീയ പാനീയമാണ് ഇപ്പോൾ കുടിക്കുന്നത്, ആടുകളുടെ പുറകെ നടന്നുകൊണ്ടിരുന്ന ഞാൻ ഇസ്രയേലിന്റെ ദൈവത്തിന്റെ ജനത്തെയാണ് ഇപ്പോൾ മേയിക്കുന്നത്. ഒരു യോഗ്യതയുമില്ല, കിരീടധാരിയായി ഇസ്രയേലിലെ രണ്ടാമത്തെ രാജാവായി മല്ലനായ ഗോലിയാത്തിനെ വീഴ്ത്തിയവനായി അനേക യുദ്ധങ്ങൾ ജയിച്ചവനായി ഞാനിതൊക്കെ അനുഭവിക്കത്തക്കവണ്ണം എനിക്ക് എന്ത് യോഗ്യത? ഇത് തിരിച്ചറിഞ്ഞ ശിമോൻ യേശുവിനോട് വന്ന് പറയുകയാണ്, എനിക്ക് യാതൊരു യോഗ്യതയും ഇല്ല. ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം
അതിൻ്റെ 9ഉം 10ഉം വാക്യങ്ങൾ നമുക്ക് ഒന്ന് ശ്രദ്ധിക്കാം. അവിടെ ഇങ്ങനെയാണ് നമുക്ക് വായിക്കാൻ കഴിയുന്നത്: അവർക്കുണ്ടായ മീൻപിടുത്തത്തിൽ അവനും അവനോട് കൂടെയുള്ളവർക്ക് എല്ലാവർക്കും സംഭ്രമം പിടിച്ചിരുന്നു. ശിമോന്റെ കൂട്ടാളികളായ യാക്കോബ്, യോഹന്നാൻ എന്ന സബദി മക്കൾക്കും ഔവണ്ണം തന്നെ. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചിന്തിച്ചു, ശിമോന്റെ കൂടെ ഒരു ചിലരും കൂടെ ആ പടകിലേക്ക് സ്റ്റെപ്പ് എടുത്തു വെച്ചു. ഈ വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും അത് സെബദി മക്കളായിരുന്നിരിക്കണം. കാരണം അവിടെ അങ്ങനെയാണ് വായിക്കുന്നത്: ശിമോന്റെ കൂട്ടാളികളായ യാക്കോബ്, യോഹന്നാൻ എന്ന സബദി മക്കൾക്കും ഔവണ്ണം തന്നെ. യേശു ശിമോനെ തേടിയാണ് വന്നത്. യേശു ശിമോന്റെ അടുക്കിലേക്കാണ് വന്നത്. പക്ഷേ ശിമോന്റെ അപ്പുറത്തുള്ള പടകിലിരുന്ന് തങ്ങളുടെ അപ്പനായ സെബദിയോടുകൂടെ വല നന്നാക്കിക്കൊണ്ടിരിക്കുമ്പോൾ പലരും കേട്ട കൂട്ടത്തിൽ യേശുവിൻ്റെ ദൈവവചനം അവരും കേട്ടു. ശിമോൻ തീരുമാനമെടുക്കുന്നത് കണ്ടപ്പോൾ സെബദി മക്കൾ ചാടി അവൻ്റെ പടകിലേക്ക് കയറി. മറ്റൊരു കാര്യം നമുക്ക് ശ്രദ്ധിക്കാം. ഈ ലെവൽ ഓഫ് ഒബീഡിയൻസിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മൾ ദൈവസന്നിധിയിൽ കവണ്ണു വീണ് യോഗ്യതയില്ലെന്ന് സമ്മതിക്കുക മാത്രമല്ല, മറ്റു ചിലരെ കൂടി അവരുടെ വിളി തിരിച്ചറിയാനായി നമ്മുടെ അനുസരണം സഹായിച്ചുവെന്ന് വരാം. ഈ ലെവൽ ഓഫ് ഒബീഡിയൻസ് ഒരു വാഗ്ദത്തം പ്രാപിക്കുന്ന ഒബീഡിയൻസ് ആണ്. അവിടെ യേശു പറയുകയാണ്, യേശു ശിമോനോട്, ഭയപ്പെടേണ്ട, ഇന്നു മുതൽ നീ മനുഷ്യരെ പിടിക്കുന്നവൻ ആകും എന്ന് പറഞ്ഞു. അല്ലയോ ശിമോനെ, നിന്റെ ഇപ്പോഴത്തെ ജോലി എന്താണ്? വെള്ളത്തിനകത്ത് ചലിച്ചുകൊണ്ടിരിക്കുന്ന ജീവനുള്ള ചിലതിനെ പിടിച്ച് കരയ്ക്ക് കൊണ്ടുവന്ന് അതിനെ കൊല്ലുന്ന പണിയാണ് നീ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ യേശു ശിമോനെ നോക്കി പറയുകയാണ്, നിന്നെ ഞാൻ വിളിക്കുന്നത് അതിനല്ല. ജീവനുള്ളതിനെ കൊന്നുകളയുന്ന അനുഭവം വിട്ടിട്ട് ജീവനുള്ളതിനെ പിടിച്ച് കരയ്ക്ക് കൊണ്ടുവന്നിട്ട് ശ്വാസം മുട്ടിച്ച് കൊല്ലുന്ന ഹല്ലേലൂയ ആ വേല വിട്ടിട്ട് പകരം ഈ ഭൂമിയിൽ ആത്മീകമായി മരിച്ചു കിടക്കുന്ന കോടാകോടി ജനങ്ങൾ, അവരെ ആത്മമരണത്തിൽ നിന്ന് വിടുവിച്ച് ഈ ലോക സാഗരത്തിൽ അവർ മുങ്ങി ചത്തുപോകാതെ, ഈ ലോകത്തിൻ്റെ മോഹത്തിൽ ചത്തുപോകാതെ, ഈ ലോകത്തിൻ്റെ ഇമ്പങ്ങളിൽ ഹല്ലേലൂയ ഈ സാഗരത്തിനകത്ത് അവർ മരിച്ചു പോകാതെ ഹല്ലേലൂയ അവരെ ഹല്ലേലൂയ നീ സുവിശേഷത്തിൻ്റെ വലയിട്ട് പിടിച്ച് ഹല്ലേലൂയ ഹല്ലേലൂയ മരിച്ചവരെ ഹല്ലേലൂയ നിത്യജീവനിലേക്ക് പ്രവേശിപ്പിക്കുന്ന ശ്രേഷ്ഠകരമായ ഒരു വിളി നിന്നെ കുറിച്ചുണ്ട് പത്രോസേ. ആ ശ്രേഷ്ഠകരമായ വേലയിലേക്ക് നീ വരണം. ഈ ലെവൽ ഓഫ് ഒബീഡിയൻസ് നമ്മുടെ വിളി തിരിച്ചറിയുന്ന ഒബീഡിയൻസ് ആണ്. നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതികൾ നമുക്ക് വെളിപ്പെട്ട് കിട്ടുന്ന ഒരു ലെവൽ ഓഫ് ഒബീഡിയൻസ് ആണിത്. വിളി വെളിപ്പെട്ട് കിട്ടിയ പത്രോസ്, വാഗ്ദത്തം പ്രാപിച്ച പത്രോസ് പടക് കരയ്ക്കടുപ്പിക്കുന്നു, വല വിട്ടുകളയുന്നു. അവിടെ നമുക്ക് വായിക്കുവാൻ കഴിയുന്നത്, പടകുകളെ കരയ്ക്കടുപ്പിച്ചിട്ട് സകലവും വിട്ട് അവനെ അനുഗമിച്ചു എന്നാണ്. സകലതിൻ്റെ മേൽ നിന്നും കൈയെടുക്കുന്ന ഒരനുഭവം, സകല കാര്യങ്ങളുടെ മേൽ നിന്നും അന്ന് വരെ പൊസസ് ചെയ്തിരുന്ന, അന്ന് വരെ ഉണ്ടായിരുന്നുവെന്ന് തോന്നുന്ന, അന്ന് വരെ കൈമുതലായി വെച്ചിരുന്ന സകലതിൻ്റെ മേൽ നിന്നും കൈയെടുക്കുന്ന അനുഭവം, വിട്ടുകളയുന്ന അനുഭവം, പടകിനെ ഹല്ലേലൂയ കരയ്ക്കോട്ട് അടുപ്പിച്ചിട്ട് ഇതാർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാമെന്ന് പറഞ്ഞ് ഹല്ലേലൂയ അതിനെ വിട്ടിട്ട് ഹല്ലേലൂയ ഹല്ലേലൂയ അവനെ വിളിച്ചവൻ്റെ പിന്നാലെ പോകുന്ന ഒരു അനുഭവം. ഇത് ഒരു സാധാരണ നിലയിലുള്ള ഒരു ലെവൽ ഓഫ് ഒബീഡിയൻസ് അല്ല. ഒരു സാധാരണ രീതിയിൽ പെട്ടെന്ന് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു തീരുമാനമല്ല. ഇത് വളരെ ഉന്നതമായ
അനുസരണത്തിൻ്റെ ഒരു തലമാണ്. മറ്റ് 2 ലെവൽ ഓഫ് ഒബീഡിയൻസ് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ, ആദ്യത്തേതൊരു സാധാരണ ക്രിസ്ത്യാനിയുടെ, യേശുവിനെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ച ഒരു വ്യക്തിയുടെ തലത്തിൽ നിന്നുള്ള ഒരു അനുസരണമാണ്. താലന്തുകളെ കൊടുത്ത്, നമുക്ക് ദാനമായി ദൈവം തന്നിരിക്കുന്നതിനെയൊക്കെ ദൈവത്തിന് കൊടുത്ത് സുഗമമായി, പ്രത്യേകിച്ച് നമുക്കൊരു റോളും പ്ലേ ചെയ്യാനില്ലാതെ പോകുന്ന ഒരു തലത്തിലുള്ള അനുസരണം. എന്നാൽ രണ്ടാമത്തെ ലെവൽ ഓഫ് ഒബീഡിയൻസ് എന്ന് പറയുന്നത് അതങ്ങനെയല്ല. അതും ഒരു വിധത്തിൽ പറഞ്ഞാൽ വിശ്വാസത്തിന്റെ ചില സ്റ്റെപ്പുകളൊക്കെ വെക്കുന്ന, ക്രിസ്തീയ ജീവിതത്തിന്റെ ഒരു തലമാണത്. എന്നാൽ ഈ മൂന്നാമത്തെ തലം എന്ന് പറയുന്നത് ഒരു സാധാരണ ക്രിസ്തീയ ജീവിതം വിട്ട്, ഒരു സാധാരണ വിശ്വാസി എന്ന് പറയുന്ന ജീവിതം വിട്ട് ഒരു ശിഷ്യനാകുന്ന അനുസരണമാണിത്. യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച ഒരു ജീവിതമല്ല, യേശുവിനോടുള്ള വിശ്വാസത്തിൽ ചിലത് ചെയ്തെടുക്കുന്ന, അതിൽ നിന്ന് അനുഗ്രഹം പ്രാപിച്ച് നിറവ് പ്രാപിച്ച് നിൽക്കുന്ന ഒരു ലെവൽ ഓഫ് ഒബീഡിയൻസുമല്ല, ഒരു ശിഷ്യത്വത്തിന്റെ അനുസരണമാണിത്. പത്രോസ് യേശുവിന്റെ ശിഷ്യനായി മാറുകയാണ്. ഈ ലെവൽ ഓഫ് ഒബീഡിയൻസ്, ഇറ്റ് ഈസ് ബിറ്റ്വീൻ ലൈഫ് ആൻഡ് ഡെത്ത്. ദിസ് ലെവൽ ഓഫ് ഒബീഡിയൻസ് ഈസ് ബിറ്റ്വീൻ യുവർ ഡിസയേഴ്സ് ആൻഡ് യുവർ ഹോപ്പ്. നിങ്ങളുടെ ജീവിതത്തിൽ പല ആഗ്രഹങ്ങൾ കാണും. എന്നാൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കും നിങ്ങളുടെ പ്രത്യാശയ്ക്കും ഇടയിലുള്ള ഒരനുസരണമാണിത്. നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി നിലകൊള്ളണമെന്നുണ്ടെങ്കിൽ ആ സെക്കൻഡ് ലെവൽ ഓഫ് ഒബീഡിയൻസിൽ നിങ്ങൾക്ക് നിൽക്കാം. എന്നാൽ നിങ്ങളെ വിളിച്ച ആ വിളിയുടെ പ്രത്യാശ, ആ പ്രത്യാശയുടെ ഒരനുസരണം, ഇറ്റ്സ് ബിറ്റ്വീൻ ഡിസയേഴ്സ് ആൻഡ് ഹോപ്പ്. ദിസ് ലെവൽ ഓഫ് ഒബീഡിയൻസ് ഈസ് ബിറ്റ്വീൻ എ ക്രിസ്ത്യൻ, എ ഫോളോവർ ഓഫ് ക്രൈസ്റ്റ് ആൻഡ് എ ഡിസൈപ്പിൾ. ഞാൻ ഓർമ്മിപ്പിച്ചു, ഒരു സാധാരണ ക്രിസ്ത്യാനിയായി ജീവിക്കുന്നതും ഒരു ശിഷ്യനും തമ്മിലുള്ള വ്യത്യാസം ഈ ലെവൽ ഓഫ് ഒബീഡിയൻസിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. നിങ്ങൾക്കൊരു സാധാരണ ക്രിസ്ത്യാനിയായി ജീവിക്കണമോ, അതോ ഒരു ശിഷ്യത്വം, ഒരു ശിഷ്യനാകുന്ന ഒരനുഭവത്തിലേക്ക്, ആ ഒരു ഹയർ ലെവൽ ഓഫ് ഒബീഡിയൻസിലേക്ക് നിങ്ങൾക്ക് പോകുവാൻ താല്പര്യമുണ്ടോ? ദിസ് ഈസ് എ ലെവൽ ഓഫ് ഒബീഡിയൻസ് ബിറ്റ്വീൻ യുവർ അംബിഷൻസ്, യുവർ വേൾഡ്ലി ജോബ്സ് ആൻഡ് യുവർ ഹെവൻലി അപ്പോയിന്റ്മെന്റ്. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചില അംബിഷൻസ് കാണും, ഒരു ഡെസ്റ്റിനി നിങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ടാവും, ഒരു വേൾഡ്ലി ആയിട്ടുള്ള ഒരു ജോബ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടാവും. പക്ഷേ if God gives you a heavenly appointment, are you ready to take it? ഈ ലോകത്തിൻ്റെതായിട്ടുള്ള ചിലതൊക്കെ വിട്ട് ആ ഒരു സ്വർഗീയമായിട്ടുള്ള അപ്പോയിന്റ്മെന്റ് അത് റിസീവ് ചെയ്യുവാൻ നിങ്ങൾ ഒരുക്കമാണോ? ഈ ലെവൽ ഓഫ് ഒബീഡിയൻസിൽ ഇത് തമ്മിൽ ഒരു താരതമ്യം നടക്കും. മറ്റൊന്നുകൂടെ നിങ്ങൾ ഓർക്കുക, ആക്ട്സ് ചാപ്റ്റർ 6 നമ്മൾ അപ്പോസ്തല പ്രവൃത്തികൾ 6-ാം അധ്യായത്തിലേക്ക് പോകുമ്പോൾ സ്തേഫാനോസിനെ നമുക്ക് കാണാൻ കഴിയും. ആക്ച്വലി സ്തേഫാനോസിനെ മേശമേൽ ശുശ്രൂഷിക്കാനായിട്ടാണ് പ്രാർത്ഥിച്ച് വേർതിരിക്കുന്നത്. He has been appointed to serve on the table, to serve the food. But he has reached to his call. അവനെ ഭൗതികമായിട്ടുള്ള ഫുഡ് സെർവ് ചെയ്യുവാൻ, ഭക്ഷണം വിളമ്പുവാൻ, മേശമേൽ ശുശ്രൂഷിക്കുവാനായിട്ട് അവർ പ്രാർത്ഥിച്ചാക്കി. പക്ഷേ സ്തേഫാനോസ് അവിടെയൊന്നും നിന്നില്ല. സ്തേഫാനോസിനെ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ
സ്തേഫാനോസിന്റെ പല നിറവുകൾ നമുക്ക് കാണാൻ കഴിയും. മേശമേൽ ശുശ്രൂഷിക്കുന്നതിന്, ഭക്ഷണം വിളമ്പുന്നതിന് ഈ നിറവുകളുടെ ഒന്നും ആവശ്യമില്ല. സ്തേഫാനോസിനെ ശ്രദ്ധിച്ചാൽ, he was filled with Holy Spirit, he was filled with divine wisdom, he was filled with faith, he was filled with grace, he was filled with power, he was filled with knowledge on the word of God, and he was filled with the revelation, Rhema word of God. വിശ്വാസം നിറഞ്ഞവനായിരുന്നു, പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായിരുന്നു, കൃപയും ശക്തിയും നിറഞ്ഞവനായിരുന്നു, ജ്ഞാനം നിറഞ്ഞവനായിരുന്നു എന്നൊക്കെ നമുക്ക് അപ്പോസ്തല പ്രവൃത്തികൾ 6-ാം അധ്യായത്തിൽ കാണാൻ കഴിയും. നിങ്ങൾ ഇപ്പോൾ ആയിരിക്കുന്ന, നമ്മൾ ഓരോരുത്തരും ഇപ്പോൾ ആയിരിക്കുന്ന ഈ അവസ്ഥയിൽ നിന്നും, ഈ ലെവൽ ഓഫ് ഒബീഡിയൻസിൽ നിന്നും കുറച്ചുകൂടെ മുകളിലേക്ക് കയറി ദൈവം ആഗ്രഹിക്കുന്ന ആ ഒരു നമ്മുടെ വിളിയുടെ പൂർത്തീകരണത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുന്ന അനുസരണത്തിന്റെ ആ തലത്തിലേക്ക് പോകുവാൻ താല്പര്യമുണ്ടോ? അവൻ നമ്മളെ ആത്മാവ് കൊണ്ട് നിറയ്ക്കും, അവൻ നമ്മളെ വിശ്വാസം കൊണ്ട് നിറയ്ക്കും, അവൻ നമ്മളെ കൃപ കൊണ്ട് നിറയ്ക്കും, അവൻ നമ്മളെ ശക്തി കൊണ്ട് നിറയ്ക്കും, അവൻ നമ്മളെ ജ്ഞാനം കൊണ്ട് നിറയ്ക്കും, അവൻ നമ്മളെ വെളിപ്പാട് കൊണ്ട് നിറയ്ക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ അതിനുവേണ്ടി നിലകൊള്ളാൻ തയ്യാറാകുന്നുവെങ്കിൽ ഒരുപക്ഷെ യേശുവിന് വേണ്ടി രക്തസാക്ഷിയാകുന്ന ഒരനുഭവം വരെ നമുക്കുണ്ടായി എന്ന് വരാം. എങ്കിലും ഞാൻ ഒന്ന് പറയാം, ഹല്ലേലൂയ, ആദിമസഭയുടെ ആദ്യത്തെ രക്തസാക്ഷി ഈ ഭൂമിയിൽ ഹല്ലേലൂയ കല്ലേറുകൊണ്ട്, ഹല്ലേലൂയ, ഹല്ലേലൂയ, അവന്റെ ശരീരമെല്ലാം മുറിവേറ്റ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, അവൻ മുട്ടുകുത്തി സ്വർഗത്തിലേക്ക് നോക്കുമ്പോൾ, ഹല്ലേലൂയ, നിങ്ങൾക്കറിയാം സ്വർഗത്തിലെ ദൈവം, അവനെ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയ ദൈവം, ഹല്ലേലൂയ, അവന്റെ പാപത്തിന് പരിഹാരമായി തീർന്ന ദൈവം, അവന്റെ വിശ്വാസത്തിന്റെ ആധാരമായിരുന്ന ദൈവം, അവന്റെ വിശ്വാസത്തിന്റെ നായകനും അതിനെ പൂർത്തി വരുത്തുന്നവനുമായ ദൈവം, അവൻ ഒരിക്കലും ഹല്ലേലൂയ, ഹല്ലേലൂയ, തന്റെ പ്രിയ പൈതൽ കാൽവറിയിൽ ഞാൻ നൊന്ത് പ്രസവിച്ച ഹല്ലേലൂയ എന്റെ പൈതൽ ഹല്ലേലൂയ അനുസരണത്തിന്റെ പൂർത്തീകരണത്തിലേക്ക്, ഹല്ലേലൂയ അവന്റെ വിളിയുടെ പൂർത്തീകരണത്തിലേക്ക്, ഹല്ലേലൂയ ഹയസ്റ്റ് ലെവൽ ഓഫ് ഒബീഡിയൻസിലേക്ക്, നിറവിലേക്ക്, ഹല്ലേലൂയ, ഹല്ലേലൂയ വന്ന ഒരു ദൈവ പൈതൽ ഭൂമിയിൽ കല്ലേറ് കൊണ്ടുപോ, ഹല്ലേലൂയ, അവൻ ഇവിടെ ഹല്ലേലൂയ കഷ്ടപ്പെടുമ്പോൾ അവന്റെ ആത്മാവിനെ സ്വീകരിക്കുവാൻ സ്വർഗത്തിൽ അവൻ എഴുന്നേറ്റ് നിന്നതായി വായിക്കുന്നു. അവൻ അവിടെ അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ, സ്തോത്രം. വിശ്വാസത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു പൈതൽ, ഹല്ലേലൂയ, ആത്മനിറവ് പ്രാപിച്ച ഒരു പൈതൽ, അനുസരണത്തിന്റെ ഹല്ലേലൂയ, ഹല്ലേലൂയ ഉന്നതമായ നിലവാരത്തിലേക്ക് എത്തിയ ഒരു ദൈവ പൈതൽ ഈ ഭൂമിയിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ കഷ്ടം അനുഭവിച്ചാൽ, മരണകരമായ വേദന അനുഭവിച്ചാൽ അവിടെ ഇരിക്കുന്ന ഒരു ദൈവത്തെ അല്ല ഞാനും നിങ്ങളും സേവിക്കുന്നത്. ഹല്ലേലൂയ, if you are ready to hallelujah, hallelujah come to this level of obedience, God will stand up for you. ദൈവം നിങ്ങൾക്ക് വേണ്ടി എഴുന്നേൽക്കും, അവൻ നിങ്ങൾക്ക് വേണ്ടി ചിലത് ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ അനുസരണത്തിന്റെ 3 തലങ്ങൾ കേട്ടുകൊണ്ട്, ഹല്ലേലൂയ, അനുസരണത്തിന്റെ 3 തലങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു കർത്താവേ. അപ്പച്ചാ, ഒരു സാധാരണ ക്രിസ്തീയ ജീവിതം വിട്ട് ഞങ്ങളുടെ വിളിയിലേക്ക്, ഞങ്ങളുടെ തിരഞ്ഞെടുപ്പിലേക്ക്, അങ്ങയുടെ ഹൃദയത്തിന്റെ ആഗ്രഹത്തിലേക്ക്, കാൽവറിയിൽ ഞങ്ങൾക്ക് വേണ്ടി പിടഞ്ഞു ചത്തത്, കാൽവറിയിൽ ഞങ്ങൾക്ക് വേണ്ടി പിടഞ്ഞു മരിച്ചത്, അതിന്റെ ആഴം മനസ്സിലാക്കി, എന്തിന് ഞങ്ങളെ വിളിച്ചു എന്നുള്ളത് മനസ്സിലാക്കി, ഒരു സാധാരണ ക്രിസ്തീയ ജീവിതം വിട്ട് ഒരു ശിഷ്യന്റെ അനുഭവത്തിലേക്ക്, അങ്ങയുടെ ഹല്ലേലൂയ, ഹല്ലേലൂയ കൽപ്പനകളെല്ലാം അനുസരിക്കുന്ന ഒരു ശിഷ്യനാക്കി അനുസരണത്തിന്റെ ആ ഒരു തലത്തിലേക്ക് എത്തുവാൻ അടിയങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കും.
കർത്താവേ, ആ വിധത്തിൽ ഹല്ലേലൂയ ഹല്ലേലൂയ അവരുടെ അംബീഷൻസിനോ ആ ഹെവൻലി അപ്പോയിന്റ്മെന്റ്സിനും ഇടയ്ക്ക് ഹല്ലേലൂയ അവരുടെ ഡിസയേഴ്സിനോ ഹല്ലേലൂയ അവരുടെ ഹോപ്പിനും ഇടയ്ക്ക് ഹല്ലേലൂയ വെറും ഒരു ക്രിസ്തീയ ജീവിതത്തിനോ ഒരു ഡിസൈപ്പിൾഷിപ്പിനും ഇടയ്ക്ക് ഹല്ലേലൂയ ഹല്ലേലൂയ തീരുമാനമെടുക്കാൻ കഴിയാതെ ആരെങ്കിലും വിഷമിക്കുന്നുവെങ്കിൽ അവരെ ആ ലെവലിലേക്ക് കൊണ്ടുവരുവാൻ അടിയങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങവരെ സഹായിക്കണം. ഈ നാളുകളിൽ നീ അവരെ കരം പിടിച്ചുയർത്തണം. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കുമെന്ന് പറഞ്ഞ നീ അവരുടെ വലം കൈ പിടിച്ച ഹല്ലേലൂയ ഹല്ലേലൂയ ആ ഹെവൻലി അപ്പോയിന്റ്മെന്റിലേക്ക് നീ അവരെ കയറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ അനേകരെ ജീവനിലേക്ക് കടത്തുവാൻ ഹല്ലേലൂയ പത്രോസ് മരിച്ചിട്ടോ പത്രോസിന്റെ ദൈവവചനം ഇന്നും അനേക മനുഷ്യരെ പിടിച്ചുകൊണ്ടിരിക്കുന്നത് പോലെ ഹല്ലേലൂയ ഹല്ലേലൂയ തലമുറകളിലേക്ക് നിലനിൽക്കുന്ന ഹല്ലേലൂയ ഒരു വിളിയിലേക്ക് ഹല്ലേലൂയ നീ സ്ഥിരപ്പെടുത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിനായി സഹായിച്ചാട്ട് യേശു ക്രിസ്തു മുഖാന്തരം ഞങ്ങൾ പിതാവിനോട് യാചിക്കുന്നു. കൃപ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ.